ഹായ് ഓൾ, ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം റീനീറ്റ് കൗണ്ട് ഡൗൺ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ചാപ്റ്റർ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇക്വിലിബ്രിയം നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം വരെയുള്ള ഭാഗമാണ്. രണ്ടാമത്തെ പാർട്ടിൽ അയോണിക് ഇക്വിലിബ്രിയം ആണ്. സോ ഇന്ന് നമ്മൾ പാർട്ട് 1ലേക്ക് പോകുന്നു. പാർട്ട് 1ൽ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേർഡ് റിയാക്ഷനെയും റേറ്റ് ഒരുപോലെ ആകുമ്പോഴാണ് അത് ഇക്വിലിബ്രിയത്തിൽ ആവുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. ഒരു റിയാക്ഷൻ തന്നാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അറിയണം. ആ സിസ്റ്റം ഗേഷ്യസ് ആണെങ്കിൽ അതിന്റെ പാർഷ്യൽ പ്രഷർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതും ഓർക്കണം. ആൻഡ് കെ പിയും കെ സിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ആ ഡെൽറ്റ എൻ എടുക്കുമ്പോൾ മറക്കരുത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്ടൻ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കണം. അതിൽ തന്നെ കണ്ടീഷൻസ് ഉണ്ട്. ഡെൽറ്റ എൻ 0 ആകുമ്പോഴാണ് കെ പി ഈക്വൽ ടു കെ സി ആവുന്നത്. ഡെൽറ്റ എൻ പോസിറ്റീവ് ആകുമ്പോൾ കെ പിയുടെ വാല്യൂ കെ സിനേക്കാളും കൂടുതലായിരിക്കും. ഡെൽറ്റ എൻ നെഗറ്റീവ് ആകുമ്പോൾ കെ സി ആയിരിക്കും വലുത് എന്നുള്ള കാര്യം ഓർക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ കെ പി ഈക്വൽ ടു കെ സി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ മതിയാവും. ദെൻ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആർ ഈക്വൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നിന്നെത്താം. കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് ഒന്ന് ഓർത്ത് വെക്കണം. ദെൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ഹോൾ റേസ് ടു ഡെൽറ്റ എൻ എന്നാണ്. വീണ്ടും ഉറപ്പിക്കട്ടെ, ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്ടൻ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ദെൻ അടുത്തത് ഇക്വിലിബ്രിയം കണ്ടീഷൻ സിസ്റ്റം ഗേഷ്യസിലാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് കെ സി നമ്മൾ കെ പി ആണ് ഉപയോഗിക്കുക. സോ യൂണിറ്റ് ATM റേസ് ടു ഡെൽറ്റ എൻ എന്നാണ്. കോൺസെൻട്രേഷൻ ഓഫ് ദ പ്യുവർ സോളിഡും ലിക്വിഡും യൂണിറ്റി ആയിട്ട് എടുക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദെൻ നമുക്ക് അടുത്തത് അറിയേണ്ടത് വേരിയേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് വേരിയേഷൻ ഇൻ എക്സ്പ്രഷൻ. നമുക്ക് ചിലപ്പോൾ ഒരു റിയാക്ഷൻ തരും, അതിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ആണെന്ന് തരാം. ആ ഒരു ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. നോക്കാം, ഒരു ജനറൽ റിയാക്ഷൻ എ ബി ബി സി സി ഡി ഡി ആണ്. ആ റിയാക്ഷനെ നേരെ റിവേഴ്സ് ചെയ്യാണ് ഇവിടെ. റിവേഴ്സ് ചെയ്യുമ്പോൾ ദ ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിൽ ബി 1/k ആയിരിക്കും. സോ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷനെ റിവേഴ്സ് ചെയ്താൽ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിൽ ബി 1/k ആയിരിക്കും. ഇനി ഓർക്കുക, n വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിൽ ബി k raised to n ആയിരിക്കും. ഇനി n വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ the new equilibrium constant will be k raised to 1/n ആയിരിക്കും. ഈ മൂന്ന് കണ്ടീഷൻസ് ഒന്ന് ഓർക്കണേ. ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 1/k ആണ്, മൾട്ടിപ്ലൈ ചെയ്താൽ k raised to n ആണ്, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ k raised to 1/n ആണ്. ഇത് ബേസ് ചെയ്ത് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ദെൻ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷനും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കെ സിയുടെ വാല്യൂ 10 raised to 3നേക്കാളും കൂടുതലാണെങ്കിൽ ടുവേർഡ്സ് കംപ്ലീഷൻ ആണ്. റിയാക്ഷൻ ഫോർവേഡിലേക്ക് നടക്കുന്നു, റിയാക്ഷൻ കംപ്ലീഷനിലേക്ക് പോകുന്നു എന്നാണ് അർത്ഥം. ആ കെ സിയുടെ വാല്യൂ 10 raised to -3നേക്കാളും കുറവാണെങ്കിൽ ആ റിയാക്ഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ റിയാക്ഷൻ റിയർലി പ്രൊസീഡ്സ് എന്നാണ് പറയാൻ പറ്റുക. ദെൻ ആ കെ സിയുടെ വാല്യൂ 10 raised to -3യുടെയും 10 raised to 3യുടെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് പറയാം അത് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് പറയാം. സോ ഒരു റിയാക്ഷൻ തരും, ആ ഇക്വിലിബ്രിയം റിയാക്ഷൻ തന്നിട്ട് അതിന്റെ കോൺസ്റ്റന്റിന്റെ വാല്യൂ തരും. എന്നിട്ട് ഇത് ഫോർവേഡിലാണോ ബാക്ക്വേർഡിലാണോ എങ്ങോട്ടേക്കാണ് പോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ചോദ്യങ്ങളെ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ നേരത്തെ നടക്കുവോ ഇല്ലയോ എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് പോവാന്നാണ് നമുക്ക് പറയാം. നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടേം ആണ് QC. KC ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. QC കോൺസെൻട്രേഷൻ കോഷ്യന്റ് അല്ലെങ്കിൽ റിയാക്ടന്റ് കോഷ്യന്റ് എന്ന് നമുക്ക് പറയാം. കോൺസെൻട്രേഷൻ കോഷ്യന്റ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. ദെൻ അതിൽ ഓർക്കുക, എപ്പോഴും ഓർക്കുക, കെ സിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ മാത്രം ഫോർവേഡ് റിയാക്ഷൻ. കെ സി കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ. QC ആണ് കൂടുതലെങ്കിൽ അത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്.
ക്യൂസിയും കേസിയും ഈക്വൽ ആണെങ്കിൽ അത് എന്തിലേക്കാണ്? ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. എങ്ങനെയാണോ കേസി കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെയാണ് എന്ത് കണ്ടുപിടിക്കുക? ക്യൂസി കണ്ടുപിടിക്കുക എന്നും ഓർത്ത് വെക്കുക. നമുക്ക് അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് ഫ്രീ എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. മക്കളെ നോക്കൂ, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ അത് ഏത് റിയാക്ഷനിലാണ്? ഫോർവേഡ് റിയാക്ഷനിലാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് നോൺ സ്പോണ്ടേനിയസ് ആണ്. പക്ഷെ അത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുക എന്നുള്ള കാര്യം ഓർക്കുക. ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആകുമ്പോൾ അത് എന്തിലെത്തും? ഇക്വിലിബ്രിയത്തിൽ എത്തും. ദെൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഡെൽറ്റ ജിയും തമ്മിലുള്ള റിലേഷൻ നോക്കൂ. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ജി 0 പ്ലസ് ആർ ടി എൽ എൻ കെ ആണ്. ഇക്വിലിബ്രിയത്തിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണ്. സോ പറയാം ഡെൽറ്റ ജി 0 ഇസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ എന്ന് നിങ്ങൾക്ക് ഇക്വേഷൻ ഓർത്തെടുക്കാം. അതിന്റെ അകത്ത് ഓർക്കുക, ഡെൽറ്റ ജി 0യുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തിലേക്ക് പോകാം? ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകാം എന്ന് ഓർക്കുക. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ ജി 0 പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നോൺ സ്പോണ്ടേനിയസ് ആണ് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് എന്നുള്ള കൺസെപ്റ്റും മക്കളെ ഈ ഭാഗത്തിൽ നിന്നും ഓർത്ത് വെക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ഡെൽറ്റ ജി 0 വാല്യൂ തന്നിട്ട് ഇത് എങ്ങോട്ടേക്കായിരിക്കും? ഫോർവേഡേക്കാണോ ബാക്ക്വേഡേക്കാണോ എന്ന് ചോദ്യങ്ങൾ കാണാറുണ്ട്. അത് ഓർത്ത് വെക്കണം. ദെൻ നമുക്കിവിടെ അടുത്തത് അറിയേണ്ടത് ലീ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ ആണ്. ഇക്വിലിബ്രിയത്തിലേക്ക് ഒരു സിസ്റ്റത്തിലേക്ക് ടെമ്പറേച്ചറിന്റെയോ പ്രഷറിന്റെയോ കോൺസെൻട്രേഷനോ ഒക്കെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ആ സിസ്റ്റത്തിന് ചേഞ്ചിന് ഇഫക്റ്റിനെ നള്ളിഫൈ ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ആണ് ലീ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ. അതിനനുസരിച്ച് ഓരോ കാര്യം ടെമ്പറേച്ചർ കൂടുമ്പോൾ എങ്ങനെ, കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എങ്ങനെയെന്നുള്ള ആ കണ്ടീഷൻസ് ഓർത്ത് വെക്കണം. സോ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് പാർട്ട് 1ൽ എന്തൊക്കെയാണ്? പാർട്ട് 1ൽ അപ് ടു ലീ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ ആണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ലീ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ വരെയാണ്. ഇതുവരെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊന്ന് നോക്കി പോകേണ്ടത് എന്നുള്ളതാണ് ക്രിസ്പായിട്ട് നമ്മൾ പറഞ്ഞത്. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ കുട്ടികളെ, ആൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് Kc. അതിന്റെ വാല്യൂ 10⁻⁻⁴ ആണ്. ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. മക്കളെ, Kcയുടെ വാല്യൂ 10⁻³ 10⁻⁻3 കുറവാണെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണെന്നറിയാം. 10⁻⁻3 10⁻3 ഇടയ്ക്കാണെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഒക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിസിക്കൽ ഇക്വിലിബ്രിയം? ഫിസിക്കൽ ഇക്വിലിബ്രിയം അല്ലാത്തത് ഏതൊക്കെ? നോക്കൂ, ഐസ്, വാട്ടർ, സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ്. അയോഡിൻ, സോളിഡ്, അയോഡിൻ ഗ്യാസ് എസ് ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ്. സൾഫർ, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ്, തന്നിരിക്കുന്നതാണ്. ദെൻ അടുത്തത് നോക്കൂ മക്കളെ, O2 ആണ്, O3 ആണ്. കെമിക്കൽ കോമ്പോസിഷൻ തന്നെ ഡിഫറെന്റ് ആണ്. O2 ആൻഡ് O3 ആർ അല്ലോട്രോപ്സ് ഓഫ് ഓക്സിജൻ. കെമിക്കൽ കോമ്പോസിഷൻ തന്നെ ഡിഫറെന്റ് ആണ്. സോ ഇയാൾ ഫിസിക്കൽ ഇക്വിലിബ്രിയം അല്ല, ഇയാൾ എന്ത് ഇക്വിലിബ്രിയം ആണ്? കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. സോ ഫിസിക്കൽ ഇക്വിലിബ്രിയം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. റൈറ്റ്? ഓക്കെ. ദെൻ അടുത്ത ചോദ്യം, ദ യൂണിറ്റ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് എന്നാണ് ചോദിച്ചത്. മക്കളെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് Kc is equal to നമുക്ക് എഴുതാൻ പറ്റും മോൾ പെർ ലിറ്റർ ഹോൾ റേസ് ടു ഡെൽറ്റ എൻ. ഗേഷ്യസ് സിസ്റ്റം ആണ്, പക്ഷേ നമ്മളോട് ഇതിൽ എഴുതാനാണ് മോൾ പെർ ലിറ്റർ എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻ കിടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഓപ്ഷനിലേക്ക് പോകാം കുട്ടികളെ. സോ ഡെൽറ്റ എൻ ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആണല്ലോ. So number of moles of the product is 1, number of moles of reactant, that is both are in gaseous state, that is 2. So 1 minus 2, it is -1. So Kc is equal to mole per liter whole raised to -1, right? So this will be mole inverse. അല്ലേ മക്കളെ, ലിറ്റർ മേലേക്ക് വരുമ്പോൾ ഓൾറെഡി L-1 ആവും. അതിന്റെ കൂട്ടത്തിൽ ഒരു -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ലിറ്റർ. സോ മോൾ ഇൻവേഴ്സ് ലിറ്റർ, അതായിരിക്കണം നമ്മുടെ ഉത്തരം.
So liter mole inverse is there. So my option is B, right? We will move to the next question. See, the equilibrium constant for the equilibrium. നമുക്ക് റിയാക്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ഇതാണ്. PCl5 gives PCl3 plus Cl2 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് Kc, ആ Kc യുടെ വാല്യൂ തന്നിട്ടുണ്ട് 2 into 10⁻⁻² എന്നാണ് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് the number of moles of PCl3 that must be taken in 1 liter flask at the same temperature to obtain the concentration of 0.20 mole of chlorine at equilibrium. മക്കളെ ഈ ചോദ്യത്തിൽ ചെറിയൊരു തിരുത്തുണ്ട്. The number of moles of PCl5 ആണ്. PCl5 is taken എന്നാണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PCl5ന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി പറഞ്ഞിട്ടുണ്ട് ഇക്വിലിബ്രിയത്തിൽ ക്ലോറിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അത് 0.2 ആണ് തന്നിട്ടുണ്ട്. മക്കളെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇക്വിലിബ്രിയം റിയാക്ഷൻ PCl5 that gives PCl3 plus Cl2, ആ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc വാല്യൂ തന്നിട്ടുണ്ട്. എത്ര മോൾസ് PCl5 എടുക്കണം എന്നാണ് ചോദ്യം. എപ്പോ ഇക്വിലിബ്രിയത്തിൽ ക്ലോറിന്റെ ആ നമ്പർ ഓഫ് മോൾസ് 0.2 ആകുമ്പോ. അപ്പൊ ക്ലോറിന്റെ ഇക്വിലിബ്രിയത്തിൽ ക്ലോറിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് തന്നിട്ടുണ്ട്? 0.2 ആണ് തന്നിട്ടുണ്ട്. മക്കളെ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക? PCl5 gives PCl3 plus Cl2 ആണല്ലോ. ഞാൻ ഒന്നും കൂടെ ആ എക്സ്പ്രഷൻ എഴുതുന്നു. PCl5 gives PCl3 plus Cl2 എന്ന് ഞാൻ എഴുതി. ഇനീഷ്യലി എനിക്കിത് 1 മോൾ ആണെന്ന് വിചാരിച്ചോളൂ. സോ ബിഫോർ ഡിസോസിയേഷൻ ഇത് രണ്ടും 0 അല്ലേ? ഇനി ഇത് ഞാൻ ഇനീഷ്യലി എടുത്തത് എത്രയാണെന്ന് അറിയില്ല. അത് കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കും, എത്രയാണെന്ന് അറിയില്ല. സോ ഞാൻ ഇതിനെ A എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ 0 എന്ന് എഴുതാമല്ലോ. ഇനി ഇതിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് X ആണെങ്കിൽ ഇത് A-X എന്ന് എഴുതാം. ഇവിടെ ഫോം ചെയ്യുന്നത് Xും ഇവിടെ ഫോം ചെയ്യുന്നത് Xും ആയിരിക്കും. കാരണം ഒരാൾക്ക് 1 ആണെങ്കിൽ ഇപ്പുറത്ത് 1 ആണ്. സോ ഇവിടുന്ന് X ഡിസോസിയേറ്റ് ചെയ്താൽ ഇപ്പുറത്ത് ഫോം ചെയ്യുന്നതും Xും ആയിരിക്കും. ശരിയല്ലേ? ഇനി കുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ എക്സിന്റെ വാല്യൂ, ക്ലോറിൻ എന്ന് പറഞ്ഞ എക്സിന്റെ വാല്യൂ ഇവൻ 0.2 ആണ് തന്നിട്ടുണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതേ വാല്യൂ തന്നെയല്ലേ PCl3ക്കും? അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 0.2 ആണോ? അങ്ങനെയാണെങ്കിൽ A-X എന്നാണ് എനിക്കുള്ളത്. സോ എനിക്ക് ഇവിടെ എന്ത് എഴുതാം? A-0.2 ദാറ്റ് ഈസ് ദ ഡിസോസിയേറ്റഡ് എമൗണ്ട്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ A എത്രയാണ് എന്നാണ് എന്റെ ചോദ്യം. എത്രയാണ് ആ A ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് നേരിട്ട് ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാം. Kc is equal to concentration of PCl3 into concentration of Cl2 divided by concentration of PCl5 അല്ലേ മക്കളെ? നമുക്ക് ഈ കോൺസെൻട്രേഷൻ ഓഫ് PCl5 അല്ലേ കണ്ടുപിടിക്കേണ്ടത്? നോക്കടാ കുട്ടികളെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട് 2 into 10⁻⁻² എന്നവർ തന്നിട്ടുണ്ട് ആണല്ലോ. PCl3യുടെ വാല്യൂ എത്രയാ? ഇവൻ എത്രയാടാ കുട്ടികളെ? 0.2 ആടാ. ക്ലോറിൻ എത്രയാടാ? 0.2 ആടാ. ഡിവൈഡഡ് ബൈ ഇത് എത്രയാണ് കുട്ടികളെ? A-0.2 ആണ് ആണല്ലോ. നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. നോക്കൂ, A-0.2 is equal to ഇവനെ എനിക്ക് എഴുതാം 4 into 10⁻⁻² എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഇവനെ 2 into 10⁻⁻² എന്ന് എഴുതാം ആണല്ലോ. ഇവൻ ക്യാൻസൽ ചെയ്ത് പോവല്ലോ. സോ A-0.2 എനിക്ക് എത്ര എഴുതാം കുട്ടികളെ? 2 എന്ന് എഴുതാം ആണോ? അങ്ങനെയാണെങ്കിൽ അവിടെ എയുടെ വാല്യൂ എത്രയായിരിക്കും? 2 plus 0.2 അല്ലേ മക്കളെ വരിക? 2 plus 0.2 ആൻസർ വിൽ ബി എത്രയായിരിക്കും? 2.2. മൈ ഓപ്ഷൻ വിൽ ബി A. നോക്കടാ കുട്ടികളെ, നേരിട്ടുള്ള ചോദ്യമാണ്. ഇക്വിലിബ്രിയം റിയാക്ഷൻ തന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്ന് PCl5 ഇനീഷ്യലി എത്രയാണെന്ന് എടുത്താണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വിലിബ്രിയത്തിൽ പ്രൊഡക്ട്സിന്റെ വൺ ഓഫ് ദ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എത്ര മോൾസ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്ത് ബാക്ക് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം, റൈറ്റ്? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, ഇഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ 1, യെസ് ദിസ് ഈസ് റിയാക്ഷൻ നമ്പർ 1, അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എന്ന് പറയുന്നത് 2 ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ 2? അതായത് നോക്കൂ, ഫസ്റ്റത്തെ റിയാക്ഷൻ CO2 gives CO plus half O2 ആണ്. രണ്ടാമത്തെ റിയാക്ഷനിലേക്ക് എത്തണ സമയത്ത് ഇതിനെ എന്ത് ചെയ്തു? ഈ സിഒനെയും, CO നേരത്തെ റൈറ്റ് സൈഡിലാ ഫസ്റ്റില്, രണ്ടാമത്തേല് CO അവിടെ എത്തി, ലെഫ്റ്റ് സൈഡിലെത്തി, ഓക്സിജനും ലെഫ്റ്റ് സൈഡിലെത്തി. സോ ആ ഇക്വേഷൻ അവർ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. സോ ദ ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K dash is equal to
1/kc അല്ലേ ഇവർ ചെയ്തിട്ടുള്ളത്, തിരിച്ചിട്ടു. മാത്രമല്ല അതിന്റെ കോഎഫിഷ്യന്റ് 2 കൂടി വന്നിട്ടുണ്ട്. സോ തിരിച്ചിട്ടിട്ട് ആ ഇക്വിലിബ്രിയം റിയാക്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ when an equilibrium reaction is reversed, that is 1/k. അത് നമ്മൾ എഴുതി. ആൻഡ് അതിന് എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് വിത്ത് എ ഫാക്ടർ ഓഫ് n. സോ ദാറ്റ് ഇസ് k raised to n. സോ 1/kc square. സോ നമുക്ക് എന്ത് എഴുതാം, ദാറ്റ് ഇസ് 1/2 സ്ക്വയർ എന്ന് എഴുതാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ, 1/4. എന്റെ ഓപ്ഷൻ എ. മക്കളെ ഇങ്ങനത്തെ കാര്യം ശരിക്ക് ഓർക്കുക, ഇത് സ്ഥിരമായി ചോദിക്കുന്നതാണ്. നോക്കടാ, ഫസ്റ്റ് റിയാക്ഷനും സെക്കൻഡ് റിയാക്ഷനിൽ ഫസ്റ്റ് റിയാക്ഷൻ നേരെ റിവേഴ്സ് ചെയ്തു. സോ ദാറ്റ് ഇസ് 1/k. then എന്ത് ചെയ്തു, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദാറ്റ് ഇസ് k raised to n. സിമ്പിൾ ആൻസർ, റൈറ്റ്? ഓക്കെ, then we will move to the next one. നോക്കടാ കുട്ടികളെ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് 2a. നമുക്ക് ആ റിയാക്ഷൻ എഴുതാം. 2a that gives b plus c എന്ന് തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓരോരുത്തരെയും തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് a തന്നിട്ടുണ്ട് 1 into 10 raised to minus 3 ആണെന്ന് തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് b തന്നിട്ടുണ്ട് 2 into 10 raised to minus 3 ആണെന്ന് തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് c തന്നിട്ടുണ്ട് 3 into 10 raised to minus 3 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് kc you want to find out ആണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് is the concentration of b into concentration of c divided by concentration of a square അല്ലേ മക്കളെ വരിക. 2a, that is a square. a b b ഇടുമ്പോൾ ആ റിലേഷൻ ഓർക്കുക. then concentration of b is 2 into 10 raised to minus 3 ആണല്ലോ, into concentration of c is 3 into 10 raised to minus 3 ആണല്ലോ, divided by concentration of a എന്ന് പറയുന്നത് എത്ര വരും മക്കളെ, 10 raised to minus 3 അതിന്റെ സ്ക്വയർ വരും ആണല്ലോ കുട്ടികളെ. സോ 2 into 3 എത്രയാടാ, 6 into 10 raised to minus 3, 10 raised to minus 3, that is 10 raised to minus 6 divided by എത്ര വരും, 10 raised to minus 6 വരും ആണല്ലോ. 10 raised to minus 6 ഉം 10 raised to minus 6 ഉം ക്യാൻസൽ ആയി പോകും. സോ മൈ ആൻസർ വിൽ ബി 6 ആൻഡ് ഓപ്ഷൻ ഇസ് ബി, റൈറ്റ്? ഡയറക്റ്റ് ചോദ്യമാണ്, ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Equilibrium constants are given for the following reaction. Out of which of the following which is farthest towards completion? ഏതാണ് കംപ്ലീഷന്റെ അടുത്തേക്ക് പോവാ, ഏതാണ് ഫോർവേഡിലേക്ക് പെട്ടെന്ന് പോവാ? ഒന്നുമില്ല മക്കളെ, എവിടെയാണോ കേസിയുടെ വാല്യൂ കൂടുതൽ അങ്ങോട്ടേക്കാണ്. ആ ഒരു കേസിലായിരിക്കും നമുക്ക് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതിലായിരിക്കും ഫോർവേഡ് റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കുക. അങ്ങനെ ഒരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ, റൈറ്റ്? അടുത്ത ചോദ്യം നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് gaseous equilibria. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഫസ്റ്റത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് k1 ആണ്. രണ്ടാമത്തെ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് k2 ആണ്. ഈ k2 ഉം k1 ഉം എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? നേരത്തെ നമ്മൾ ഇത് ബേസ് ചെയ്തൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും നോക്കി നോക്കാം. ആദ്യത്തത് SO2 O2 SO3. നോക്കടാ കുട്ടികളെ, SO2 O2 ലെഫ്റ്റ് സൈഡിൽ, SO3 റൈറ്റ് സൈഡിൽ. രണ്ടാമത്തെ ഇതിലേക്ക് എത്തുന്ന സമയത്ത് SO3 എന്തായി, തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. സോ ദ ന്യൂ k2 is equal to 1/k1 ഇട്ടു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല, ബിക്കോസ് ഇക്വിലിബ്രിയം റിയാക്ഷൻ is reversed. സോ ദ ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിൽ ബി 1/k ആണല്ലോ. ആൻഡ് നോക്കി നോക്കൂ, ആദ്യത്തെ ഒക്കെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ഹാഫ് 1. ഇതിന് നേരെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനൊക്കെ into 2 അല്ലേ മക്കളെ ഈ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, when an equilibrium reaction is multiplied with a factor of n, the new equilibrium constant will be that square ആണോ മക്കളെ. സോ k2 is equal to k1 square ആണ്. നമുക്ക് ഉത്തരത്തിലേക്കുണ്ട്. k1 square is equal to നമുക്ക് എന്ത് എഴുതാം, 1/k2 എന്ന് എഴുതാം. അങ്ങനെ എഴുതുകയാണെങ്കിൽ എന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആയിരിക്കും, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കാരണം ഇതുപോലത്തെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കൂ, അപ്പൊ എന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചോദ്യം ചെയ്തു വരാം. N2 plus 3H2 gives 2NH3. ഗേഷ്യസ് സിസ്റ്റം ആണ്. സോ ആ kp വാല്യൂ തന്നിട്ടുണ്ട് 41 ആണ് തന്നിട്ടുണ്ട്. ഈ താഴെ തന്നിരിക്കുന്ന റിയാക്ഷന്റെ kp വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നോക്കടാ. ഇവിടെ N2 ആണ്, ഇവിടെ ഹാഫ് ആണ്. സോ ഇവിടെ 3H2 ആണ്, 3/2H2 ആണ്. സോ ദ ഹോൾ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ 2 ആണോ? ഇഫ് ദ ഇക്വിലിബ്രിയം ഇക്വേഷൻ is divided with a factor of n, the new equilibrium constant will be equilibrium constant whole raised to 1/n ആണല്ലോ.
സോ നമുക്കറിയാം 41 ഹോൾ റേസ് ടു 1/n ആണ്. അവിടെ n എന്ന് പറയുന്നത് 2 ആണ്. സോ 41 ഹോൾ റേസ് ടു 1/2 ആണ്. സോ റൂട്ട് 41 ആണ് നമുക്ക് പറയാൻ പറ്റുക. സോ 6 into 6 36, 7 7 49. സോ 6 പോയിന്റ് അടുത്തുള്ള ഒരു ഉത്തരമായിരിക്കും വരിക. സോ ദ ആൻസർ വിൽ ബി 6.4. റൈറ്റ്? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഒരു ബെസ്റ്റ് ചോദ്യമാണ് ഇവൻ. The equilibrium constant Kc for a gaseous homogeneous equilibrium at 227 degrees Celsius is 2.05 into 10 raised to minus 5 mole per liter. The Kp value of the Kp value in atmosphere for this equilibrium reaction at the same temperature is. മക്കളെ, ഒരു റിയാക്ഷൻ, ആ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc വാല്യൂ തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന Kc വാല്യൂ 2.05 into 10 raised to minus 5 mole per liter എന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ തന്നിട്ടുണ്ട്. അവിടുത്തെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 227 ഡിഗ്രി സെൽഷ്യസ്. അത് കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 500 കെൽവിൻ ആവും, ആണല്ലോ. ആൻഡ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് Kp ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ Kc തന്നിട്ട് Kp കണ്ടുപിടിക്കാൻ പറയുന്നു. അപ്പൊ ആര് തമ്മിലുള്ള റിലേഷൻ എടുക്കണം? Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ എടുക്കണം. എന്താ റിലേഷൻ? Kp is equal to Kc into RT raised to delta n ആണ്. സോ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു Kc യുടെ വാല്യൂ 2.05. ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ 2 into 10 raised to minus 5 എന്നാക്കുന്നു. R ന്റെ വാല്യൂ 8.2. യെസ്, ഞാൻ സിംപ്ലിഫൈ ചെയ്ത് 8 into 10 raised to minus 2 എന്നാക്കുന്നു. ആൻഡ് T is 500 whole raised to delta n. അപ്പൊ ചോദിക്കും, സാർ റിയാക്ഷൻ ഇല്ല സാർ. സാർ നേരത്തെ പറഞ്ഞില്ലേ ഡെൽറ്റ എൻ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ദ മോൾസ് ഓഫ് ദ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്ടന്റ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലേ? ഇവിടെ റിയാക്ഷനേ ഇല്ല, പിന്നെ എങ്ങനെയാ ഡെൽറ്റ എൻ കണ്ടുപിടിക്കുക? കുട്ടികളെ, യൂണിറ്റ് നോക്കൂ, മോൾ പെർ ലിറ്റർ. ദാറ്റ് ഈസ് നമ്മളെ നോക്കൂ, യൂണിറ്റ് മോൾ പെർ ലിറ്റർ ഹോൾ റേസ് ടു ഡെൽറ്റ എൻ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് യൂണിറ്റ്. അപ്പൊ ഡെൽറ്റ എന്നിന്റെ വാല്യൂ 1 ആകുമ്പോഴല്ലേ ദിസ് ഇസ് മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവിടെ ഡെൽറ്റ എന്നിന്റെ വാല്യൂ എത്രയാ? 1 ആ. സോ ദിസ് ഇസ് ഹോൾ റേസ് ടു 1. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കിട്ടുമ്പോൾ ഇവിടെയാണ് ഡെൽറ്റ എന്ന് തപ്പിപ്പോയത്, യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഇവനെ സിംപ്ലിഫൈ ചെയ്യാം. 5 into 8 40, 40 into 2 80 ആണ്, ആണോ? സോ ആക്ച്വലി ഇവൻ 80 into 500 ആകുമ്പോൾ ഇവനെ 10 raised to 2 എന്ന് എഴുതാം. ദെൻ ഇവൻ 10 raised to minus 5 into 10 raised to minus 2 എന്ന് എഴുതാം. റെഡിയാണേ? അങ്ങനെയാണെങ്കിൽ ഇവന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 8 into 10 raised to 3 into 10 raised to minus 7 എഴുതാം അല്ലേ? 10 raised to minus 7, 10 raised to 3, so that is 10 raised to minus 4. This is actually 8 into 10 raised to minus 4. ഇതിനോട് വരുന്ന ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഓപ്ഷൻ ഈസ് ബി. സോ കുട്ടികളെ, ഈ തന്നിരിക്കുന്ന ചോദ്യം വളരെ നിസ്സാരമാണ്. Kc തന്നിട്ട് Kp കണ്ടുപിടിക്കാൻ. സോ നമ്മുടെ ഡയറക്റ്റ് റിലേഷൻ Kp is equal to Kc into RT raised to delta n ഡയറക്റ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ n റിയാക്ഷൻ തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. യൂണിറ്റ് നോക്കുക, ഡെൽറ്റ n എഴുതുക, ദെൻ ബാക്കിയൊക്കെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. നോക്കൂ, Kp by Kc. അഗൈൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒരുപാട്. Kp by Kc ഫോർ ദ റിയാക്ഷൻ. നമുക്ക് തന്നിട്ടുണ്ട് റിയാക്ഷൻ A gas plus 2B, that is in the gaseous state, gives AB2 in gaseous state. തന്നിട്ടുണ്ട്. Kp Kc റിലേഷൻ അപ്ലൈ ചെയ്യാം. എന്താണ് ഇക്വേഷൻ? Kp is equal to Kc into RT raised to delta n ആണ്. So Kp by Kc is equal to RT raised to delta n ആണ്. ഡെൽറ്റ n മറന്നു പോകരുത്. That is number of moles of product minus number of moles of reactant in എന്ത് സ്റ്റേറ്റ് ആണ്? gaseous state ആണ്. So number of moles of product എത്രയാണ്? 1 ആണ്, ആണല്ലോ. റിയാക്ടന്റ് ഉള്ളത് gaseous state ഉള്ളത് 2 1 3 ആണ്. So 1 minus 3 ആണ്. So that is minus 2 ആണ്. So Kp by Kc is RT raised to minus 2 ആണ്. So that is equal to 1 by RT whole square എന്ന് എനിക്ക് എഴുതാൻ പറ്റും. So എൻ്റെ ഉത്തരം എത്രയാണ് മക്കളെ? D is my answer, right? Okay, we will move to the next one. നോക്കൂ, at room temperature ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന റിയാക്ഷൻ നോക്കൂ, NH4SH. This is in the solid state.
this is decomposed into NH3 and H2S. ഇവർ രണ്ടുപേരും gaseous state ആണ്. Kp യും Kc യും എന്താണ് റിലേഷൻ മക്കളെ? Kp equal to Kc into RT raised to delta n 0 ആണെങ്കിൽ എങ്ങനെയാണ്, പോസിറ്റീവ് എങ്ങനെയാണ്, നെഗറ്റീവ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭാഗം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തന്നെ എടുത്ത ചോദ്യമാണ്. സോ നമ്മുടെ ഇക്വേഷൻ Kp is equal to Kc into RT raised to delta n. Here number of moles of the product minus number of moles of reactant in gaseous state is 2 minus 0. NH4SH is solid. So this is 2 minus 0. So this is 2, right? അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഡെൽറ്റ എന്നിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ഡെൽറ്റ എന്നിന്റെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് ആരേക്കാളും വലുതായിരിക്കും? Kp ആരേക്കാളും വലുതായിരിക്കും? Kc നേക്കാളും വലുതായിരിക്കും. സോ എനിക്ക് ബി എന്ന് പറയുന്ന ഓപ്ഷൻ മാർക്ക് ചെയ്യാം, റൈറ്റ്? സോ ഇങ്ങനത്തെ ഒരുപോലത്തെ ചോദ്യങ്ങൾ ഒന്നിലധികം ചെയ്യുന്നു എന്നല്ല, പല തവണ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, പല രീതിയിലാണ് ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർക്കുക. യെസ്, അടുത്തത് നോക്കൂ, റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വിലിബ്രിയം Kp യും Kc യും ഈക്വൽ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. മക്കളെ, Kp Kc ഈക്വൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. മക്കളെ, Kp യും Kc യും ഈക്വൽ ആവണമെങ്കിൽ ഡെൽറ്റ എന്നിന്റെ വാല്യൂ എന്താവണം? 0 ആകണം. ആണല്ലോ. അപ്പോ ശരിക്കും എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ ഡെൽറ്റ എൻ 0 അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ നോക്കി നോക്കാം. ഇവിടെ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് number of moles of product in gaseous state, that is 2, reactant is also 2, so here delta n 0. അപ്പോൾ Kp Kc ഈക്വൽ ആണ്. അടുത്ത നോക്കി നോക്കൂ, ഇവിടെ number of moles of the product again 2 minus 2, answer is 0. Here is also 2 minus 2, answer is 0. ഇവിടെ നോക്കൂ മക്കളെ, ഇവിടെ number of moles of product in gaseous state 2 ആണ്, reactant it is 3 ആണ്, so 2 minus 3 minus 1. ഇവിടെ ഡെൽറ്റ എൻ എന്തല്ല? 0 അല്ല. ഡെൽറ്റ എൻ 0 അല്ലാത്തത് കൊണ്ട് Kp യും Kc യും എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് എനിക്ക് ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യാം, റൈറ്റ്? ഓക്കെ, അടുത്ത ചോദ്യം നോക്കടാ കുട്ടികളെ. ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ എങ്ങനെ കുട്ടികളെ കുഴപ്പത്തിലാക്കാം എന്നാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ട ആള് ചിന്തിച്ചിട്ടുണ്ടാവുക. നോക്കൂ ചോദ്യം, 2HI gives H2 plus I2 തന്നിട്ടുണ്ട്. ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണെന്ന് തന്നിട്ടുണ്ട്. അത് 6.4 ആണ് തന്നിട്ടുണ്ട്. അവിടുത്തെ ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ് തന്നിട്ടുണ്ട്. ഇനി പറയുന്നത് 0.25 മോൾ ഓഫ് ഈച്ച് H2 and I2 is added to system. ഈ സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 6.4 ആണ്, 300 കെൽവിൻ ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് H2 ഉം I2 ഉം ഇതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താവുന്നതാണ് ചോദ്യം. സോ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ എഴുതും ഡിസോസിയേഷൻ 2 എഴുതി 0.25 ആഡ് ചെയ്തു. മക്കളെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഫാക്ടർ ടെമ്പറേച്ചർ. അടാ നമ്മളോട് ചോദിച്ചത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് എന്താണ് വ്യത്യാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാക്ടർ ടെമ്പറേച്ചർ. ഇവിടെ മക്കളെ 300 കെൽവിൻ തന്നെയാണ് ആ റിയാക്ഷൻ. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് യാതൊരു മാറ്റവുമില്ല. ദ ആൻസർ ഈസ് 6.4, റൈറ്റ്? ഓക്കെ, we will move to the next one. 1.6 mole of PCl5 is placed in a 4 decimeter cube closed vessel. When the temperature is raised to 500 Kelvin, it decomposes and at equilibrium 1.2 moles of PCl5 remains. What is the value of Kc എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, അവർ പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ടെയ്നർ, അത് കണ്ടെയ്നർ ക്ലോസ്ഡ് ആണ്, അതിൽ PCl5 വെച്ചിട്ടുണ്ട്. ഇത് 1.6 മോൾ ആണ് വെച്ചിട്ടുള്ളത്. ഇതിന്റെ പാത്രത്തിന്റെ വോളിയം 4 ഡെസിമീറ്റർ ക്യൂബ് ആണ്, ദാറ്റ് ഈസ് 4 ലിറ്റർ ആണ്. ഇനി ഇതിനെ ചൂടാക്കി എത്ര കെൽവിനിൽ? 500 കെൽവിനിൽ ചൂടാക്കി. അപ്പോൾ PCl5 ഡിസോസിയേറ്റ് ചെയ്തു. PCl5 എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും? PCl3യും Cl2യുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഇനി പറഞ്ഞു ആ ഇക്വിലിബ്രിയത്തിൽ അറ്റ് ഇക്വിലിബ്രിയം 1.2 മോൾസ് ഓഫ് ആരുണ്ട്? PCl5 ബാക്കി ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ Kc എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താ ചോദ്യം. മക്കളെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആദ്യം എഴുതണമെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് PCl3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് PCl5 അല്ലേ? ഇങ്ങനെയല്ലേ എഴുതുക. ഇനി നോക്കിയേ, ഇനീഷ്യൽ കേസിൽ ഈ കോൺസെൻട്രേഷൻ ഓഫ് ഇവൻ 1.6 ആക്കി എടുക്കാം, റൈറ്റ്?
ദെൻ ഇവർ PCl3യും Cl2വും 0 0 ആയിട്ട് എടുക്കാം ആണല്ലോ. ഇനി ഇവൻ ഡിസോസിയേറ്റ് ചെയ്ത് 1.6 മൈനസ് എക്സ് മോൾ ഡിസോസിയേറ്റ് ചെയ്താൽ ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ എക്സ് ഡിസോസിയേറ്റ് ചെയ്താൽ ഇവിടെ ഫോം ചെയ്യേണ്ടത് എക്സും ഇവിടെ ഫോം ചെയ്യുന്നത് എക്സും ആ. ഇനി ഇക്വിലിബ്രിയത്തിൽ കോൺസെൻട്രേഷൻ ഓഫ് PCl5 ഇക്വിലിബ്രിയത്തിൽ കോൺസെൻട്രേഷൻ ഓഫ് PCl5ന്റെ വാല്യൂ 1.2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.6 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1.2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റീഅറേഞ്ച് ചെയ്താൽ എക്സ് എത്രയുടെ കൂട്ടിലേക്ക് കിട്ടുക? 0.4 ആ. അപ്പൊ എനിക്ക് ഇവിടെ 0.4 കൊടുക്കാം, ഇവിടെ 0.4 കൊടുക്കാം, ഇവിടെയും 0.4 കൊടുക്കാം. അപ്പൊ 1.6 മൈനസ് 0.4 ദിസ് വിൽ ബി 1.2 ആണല്ലോ. ദിസ് വിൽ ബി 0.4, ദിസ് വിൽ ബി 0.4 റൈറ്റ്. ഇനി മക്കളെ നമ്മൾ ഇക്വിലിബ്രിയം എക്സ്പ്രഷനിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്നത് മോളാർ കോൺസെൻട്രേഷൻ ആണ്. ദാറ്റ് ഈസ് മോൾ പെർ ലിറ്റർ ആണ്. ചോദ്യത്തിൽ 4 ലിറ്റർ ആണ്, 4 ഡെസിമീറ്റർ ക്യൂബ് 4 ലിറ്റർ ആണ്. സോ അതിന് എത്ര ലിറ്ററിലേക്ക് മാറ്റണം? 1 ലിറ്ററിലേക്ക് മാറ്റണം. ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 4 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി 0.3, ദിസ് വിൽ ബി 0.1, ദിസ് വിൽ ബി 0.1 റൈറ്റ്. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് PCl3 0.1 Cl2 0.1 divided by 0.3. This is approximately 1/3. 1/3 is 0.33. അങ്ങനെ തുടങ്ങുന്ന ഒറ്റ ഉത്തരം C. സോ മക്കളെ ഇവിടെ ആകെ നമുക്ക് ചെയ്യേണ്ടത് ആ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിൽ നിന്നും എക്സ് കണ്ടുപിടിച്ച് നേരിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നേരത്തെ ചെയ്തതിന് സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം നോക്കൂ. അഗൈൻ PCl5 3 മോൾസ് ആണ്. 3 മോൾസ് ഓഫ് PCl5, 3 moles of PCl3, 2 moles of Cl2 are taken in a closed vessel. ഇക്വിലിബ്രിയത്തിൽ 1.5 moles of PCl5 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര PCl3 ഉണ്ട് എന്നാണ് ചോദ്യം. മക്കളെ ഇക്വിലിബ്രിയം റിയാക്ഷൻ PCl5 ഡീകമ്പോസ്ഡ് ടു PCl3 പ്ലസ് Cl2 എന്നാണ്. ഇനീഷ്യലി എടുത്തത് 3 മോളാണ്, ഇവൻ 3 മോളാണ്, ഇവൻ 2 മോളാണ്. ഇനീഷ്യൽ കേസിൽ ഡികമ്പോസ് ചെയ്യുമ്പോൾ ഇവൻ 3 - x എന്ന് എഴുതാം. ഇവിടെ 1 മോളിന് 1 മോൾ 1 മോൾ ആയതുകൊണ്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പ്ലസ് എക്സ് ആയിരിക്കും, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പ്ലസ് എക്സ് ആയിരിക്കും ആണല്ലോ. ഇനി ഇവർ പറഞ്ഞിട്ടുണ്ട് അറ്റ് ഇക്വിലിബ്രിയം PCl5ന്റെ അളവ് എന്ന് പറയുന്നത് എത്ര മോൾസ് ബാക്കിയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 1.5 ഉണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 - x is equal to 1.5 ഉണ്ടെന്ന് പറയാം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ എക്സ് വിൽ ബി എത്രയായിരിക്കും? 4.5 ആയിരിക്കും ആണോ മക്കളെ? എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എത്ര മോൾസ് ഓഫ് PCl3 പ്രസന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ വിൽ ബി എത്രയായിരിക്കും മക്കളെ? 4.5 റൈറ്റ്. വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a reaction C plus CO2 gives 2CO. The partial pressure of carbon dioxide and carbon monoxide are 4 and 8 atm respectively. Kp for the reaction. നമുക്ക് റിയാക്ഷൻ കാർബൺ സോളിഡ് ആണ്, then carbon dioxide gas ആണ്, that gives 2CO, that's also gas. എൻ്റെ അടുത്ത് ചോദിച്ചത് Kp ആണ്. സോ സോളിഡിനെ കണക്ക് കൂട്ടണ്ട. സോ എനിക്ക് എഴുതാം പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് റൈറ്റ്. കാർബൺ മോണോക്സൈഡ് CO2 ആൻഡ് CO 8. സോ 8 × 8/4 2 8 × 2 16. എൻ്റെ ഓപ്ഷൻ സി ഡയറക്റ്റ് ചോദ്യം. ഓക്കെ, വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വെസൽ അറ്റ് 1000 Kelvin contains carbon dioxide with a pressure of 0.5 atm. അതായത് ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, അവിടുത്തെ ടെമ്പറേച്ചർ 1000 Kelvin ആണ്, അവിടുത്തെ പ്രഷർ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന്റെ പ്രഷർ 0.5 ആണ്. ഇതിൽ കുറച്ച് കാർബൺ ഡയോക്സൈഡ് ഇസ് കൺവേർട്ടഡ് ടു കാർബൺ മോണോക്സൈഡ്. സോ കാർബൺ ഡയോക്സൈഡിനെ കാർബൺ ഗ്രാഫൈറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവൻ എന്തായിട്ട് മാറി? കാർബൺ മോണോക്സൈഡ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറി. ടോട്ടൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയത്തിൽ ടോട്ടൽ പ്രഷർ 0.8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ എന്താണ് മക്കളെ? നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ചോദിച്ചിട്ടുള്ളത് ദാറ്റ് ഈസ് ഇവിടെ Kp ആണ് കണ്ടുപിടിക്കാൻ പറ്റുക. ദാറ്റ് ഈസ് പ്രഷർ ഓഫ് ദ
കാർബൺ മോണോക്സൈഡിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് ചെയ്യേണ്ടത്. സോ കാർബൺ മോണോക്സൈഡിന്റെ പ്രഷർ എത്രയാ ഇക്വിലിബ്രിയത്തിൽ, കാർബൺ ഡയോക്സൈഡിന്റെ എത്രയാണെന്ന് അറിയില്ല. പക്ഷെ ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്, പി ടോട്ടൽ തന്നിട്ടുണ്ട്, അത് 0.8 ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് അവർ ഓരോന്നിനെയും പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാം. നോക്കൂ, ഞാൻ ഒന്നുകൂടി എഴുതാം. കാർബൺ ഡയോക്സൈഡ് കാർബൺ ആയിട്ട് കമ്പൈൻ ചെയ്ത് 2 കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. ഇനീഷ്യലി ഇത് 0.5 ആണ്, അങ്ങനെയാണെങ്കിൽ ഇത് 0 ആയിരിക്കും. റെഡി അല്ലേ? ഇനി ഇതിൽ നിന്നും എക്സ് മോൾ ആണ് ഡിസോസിയേറ്റ് ചെയ്താൽ, ഒരു കാർബൺ ഡയോക്സൈഡിന് 2 കാർബൺ മോണോക്സൈഡ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ഡിസോസിയേറ്റ് ചെയ്താൽ ഇവിടെ ഫോം ചെയ്യുന്നത് എത്രയായിരിക്കും? 2x ആയിരിക്കും. സോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, ദാറ്റ് മീൻസ് 0.5 മൈനസ് എക്സ് പ്ലസ് 2x, ആ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് 0.8. അങ്ങനെയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.5 പ്ലസ് എക്സ് ഈക്വൽ ടു 0.8 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എത്ര എഴുതാം? റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 0.3 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. എക്സിന്റെ വാല്യൂ എത്രയാണ്? 0.3. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് 0.3 ആണെങ്കിൽ ഇവിടെ 0.5 മൈനസ് 0.3 ദാറ്റ് വിൽ ബി 0.2 ആണോ? ഇവിടെ 2 ഇൻറ്റു 0.3 അത് എത്രയാ വരിക? 0.6 ആ വരിക ആണല്ലോ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് അതിന്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് ഈ 0.6 അവിടുത്തെ വാല്യൂ. സോ 0.6 ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ നമുക്ക് തൊട്ട് താഴെ എഴുതാൻ പറ്റുക 0.2 ആണ് എഴുതാൻ പറ്റുക ആണോ? സോ 36/2 18 ആണ്. ആ 10ന്റെ പവർ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും മക്കളെ? 1.8 ഈസ് അവർ ആൻസർ. റൈറ്റ്? വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കടാ കുട്ടികളെ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് വലുതാണെങ്കിലും, ഈ ക്വസ്റ്റ്യൻ ഇത്രയും വലുതാണെങ്കിലും നിസ്സാര കാര്യത്തിൽ കൂടെ ആൻസർ കണ്ടുപിടിക്കാം. ആ ചോദ്യം ഇതാണ്: ഒരു പ്രോസസ് ഉണ്ട്, 3/2a എന്തായിട്ട് മാറി? ബി ആയി മാറി. ഡെൽറ്റ G0യുടെ വാല്യൂ 163 കിലോ ജൂൾ പെർ മോൾ ആണ്. കോമ്പോസിഷൻ തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് ബി തന്നിട്ടുണ്ട് 1 ആണെന്ന്. കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നത് 1 2 3 4 0 ആണ് തന്നിട്ടുള്ളത്. യെസ്. സോ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഫോർവേഡേക്കാണോ ബാക്ക്വേഡേക്കാണോ എന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം? QC KC തമ്മിലുള്ള റിലേഷൻ മക്കളെ വലുതായിട്ട് ഒന്നും നോക്കണ്ട. ഡെൽറ്റ ജിയുടെ വാല്യൂ നോക്കിയാൽ മതിയടാ. ഡെൽറ്റ G0 ഇവിടെ എന്താടാ? പോസിറ്റീവ് ആണ്. ഡെൽറ്റ G0 പോസിറ്റീവ് ആണെങ്കിൽ അത് ഏത് റിയാക്ഷനിലേക്കാണ്? ബാക്ക്വേർഡ് റിയാക്ഷനിലേക്കാണ് ആണല്ലോ. ബിക്കോസ് ഡെൽറ്റ G0 ഈസ് പോസിറ്റീവ്, ഇറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ബി ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ബാക്ക്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ ആരെക്കാളും വലുതായിരിക്കും? QC ആരെക്കാളും വലുതായിരിക്കും? KC-നേക്കാളും വലുതായിരിക്കും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ ഓപ്ഷൻ ബി. അതല്ലാതെ ഇവിടുന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ച് കണ്ടുപിടിച്ച്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചു, കോൺസെൻട്രേഷൻ കോഷ്യന്റ് കണ്ടുപിടിച്ചു, ഒന്നിന്റെ ആവശ്യമില്ല. ഡെൽറ്റ G0യുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇതിനെ ബേസ് ചെയ്ത് തന്നെയാണ് അടുത്ത ചോദ്യം. നോക്കൂ, QC reaction quotient QC is useful for the predicting the direction of reaction. Which of the following is incorrect എന്നാണ് ചോദിച്ചത്. നോക്കൂ, QC വലുതാണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കറക്റ്റ് ആണ്. KC വലുതാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ കറക്റ്റ് ആണ്. QC വലുതാണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ അല്ല, അത് ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണ്. സോ തെറ്റായിട്ട് ഉത്തരം ഏതാണ് മക്കളെ? സി ആണ്. പ്രീവിയസ് ചോദ്യമാണ്, ഇത്ര എളുപ്പമുള്ള ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അടുത്ത ചോദ്യം നോക്കടാ കുട്ടികളെ, KP വാല്യൂ ഫോർ ദ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, H2 പ്ലസ് I2 ഗിവ്സ് 2HI. നമുക്കിതൊക്കെ ഗേഷ്യസ് സ്റ്റേറ്റിലാണെന്ന് എടുക്കാം. ആൻഡ് ഇതിന്റെ KP വാല്യൂ തന്നിട്ടുണ്ട് 49 എന്ന് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് അയോഡിൻ ഈസ് 0.5. ദാറ്റ് മീൻസ് ഇനീഷ്യലി ഇത് വന്നത് 0.5 ആണ്, ഇത് 0.5 ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി 0 എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. വാട്ട് വിൽ ബി ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ അറ്റ് ഇക്വിലിബ്രിയം? പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് കണ്ടുപിടിക്കണം. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് നോക്കാം എങ്ങനെ എഴുതാം. ഈ റിയാക്ഷന്റെ KP എന്ന് പറയുന്നത് പ്രഷർ ഓഫ് HIയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് H2 ഇൻറ്റു പ്രഷർ ഓഫ് I2 ആണല്ലോ. ഈ KP വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, അത് എത്രയാണെന്ന് 49 തന്നിട്ടുണ്ട്.
സോ പാർഷ്യൽ പ്രഷർ ഓഫ് HI, പാർഷ്യൽ പ്രഷർ ഓഫ് H2 I2 അല്ല H2 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം നോക്കൂ. ഇനീഷ്യലി ഇവൻ 0.5, ഇവൻ 0.5, ഇവൻ 0. സോ ഇവിടുന്ന് എക്സ് ഡിസോസിയേറ്റ് ചെയ്തു. സോ 0.5 മൈനസ് എക്സ്, ഇവിടെയും 0.5 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 മോളാണ് ഉണ്ടായിട്ടുള്ളത്. സോ ദിസ് വിൽ ബി 2x ആണല്ലോ കുട്ടികളെ. ദെൻ Kp യുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ Kp is 49, റൈറ്റ്. പ്രഷർ ഓഫ് HI സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് H2 and pressure of I2, that is 0.5. So 0.5 minus x into 0.5 minus x, that is 0.5 minus x the whole square. ഈ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തടാ. ഇനി ഇത് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇതിന്റെ റൂട്ട് എടുക്കാം. 49ന്റെ റൂട്ട് എടുത്താൽ ദിസ് ഇസ് 7. സോ ഇത് എന്തായി മാറും, 2x ആയി മാറും, ഡിവൈഡഡ് ബൈ 0.5 മൈനസ് x ആയി മാറും ആണല്ലോ. ദെൻ ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ, 7 into 0.5 that is 3.5 minus 7x is equal to എനിക്ക് എന്ത് എഴുതാം, 2x. റീഅറേഞ്ച് ചെയ്യൂ. അപ്പൊ എനിക്ക് എഴുതാം 3.5 is equal to ഈ 7x ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ that will be എന്താവും, 9x ആയി മാറും. സോ ഇത് റീഅറേഞ്ച് ചെയ്യാം. x is equal to 3.5 divided by എന്ത് എഴുതാം എനിക്ക്, 9. മക്കളെ 36 9 ആണെങ്കിൽ 9 4 36 ആണ്. സോ 4 അതിന് തൊട്ട് വാല്യൂ this can be 0.39. സോ എക്സിന്റെ വാല്യൂ കിട്ടി 0.39. എന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ അറ്റ് ഇക്വിലിബ്രിയം എന്നല്ലേ. അപ്പൊ ഇക്വിലിബ്രിയത്തിൽ എത്രയാണ്, 0.5 മൈനസ് എക്സ് ആണത്. ദാറ്റ് ഈസ് 0.5 മൈനസ് 0.39. സോ 0.5 മൈനസ് 0.39 ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.11. മൈ ആൻസർ ഈസ് എ. മക്കളെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. നമുക്ക് റിയാക്ഷൻ തന്നു, Kp തന്നു, പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാനാണ്. ഡിസോസിയേഷൻ വെച്ച് എക്സിനെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡയറക്റ്റ് ആൻസറിലേക്ക് ആവും. അടുത്ത ചോദ്യം നോക്കി നോക്കൂ. ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം, കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഡബിൾ ആയി, എനി ഓഫ് ദ റിയാക്ടന്റ് ഡബിൾ ആയി, then the equilibrium constant. മക്കളെ equilibrium constant depend on the factor temperature. So my answer will be remains the same. ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ, റൈറ്റ്. അടുത്ത ചോദ്യം നോക്കി നോക്കൂ. ഒരു റിയാക്ഷൻ, ആ റിയാക്ഷൻ ഇതാണ്, 2SO2 gas plus O2 gas gives 2SO3 gas. എന്ത് തന്നിട്ടുണ്ട് ഇവിടെ, ഡെൽറ്റ G0യുടെ വാല്യൂ, സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ചിന്റെ വാല്യൂ മൈനസ് 690.9 R എന്ന് തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് equilibrium constant. Since all this mixture are in gaseous, you want to find out Kp here. Kp അല്ലേ കണ്ടുപിടിക്കണ്ടേ. എന്താ ഡെൽറ്റ G0 ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ, ഡെൽറ്റ G0 is equal to minus RT ln equilibrium constant minus RT ln Kp, right? ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മക്കളെ. ഡെൽറ്റ G0 വാല്യൂ മൈനസ് 690.9 R ആണ്, is equal to minus of R into temperature is given 300 into log Kp എന്ന് എനിക്ക് എഴുതാം ആണല്ലോ. ഇനി എനിക്ക് മൈനസ് വാല്യൂ കട്ടായി പോടാ, ആർ വാല്യൂം കട്ടായി പോടാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതാം ln Kp is equal to 690 divided by 690.9 divided by 300 എന്ന് എഴുതാം ആണല്ലോ. ഇത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 3 into 2 6, 3 into 3 9. സോ ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി 2.303 ആണ് കിട്ടുക. 2.303 ആണ് കിട്ടുക. മക്കളെ ln Kp ആണ് 2.303. നമുക്കതിനെ LOG ആക്കാം. അപ്പൊ എങ്ങനെ, 2.303 log Kp is equal to എത്ര വരും, ഇത് 2.303 എന്ന് വരും ആണോ. അങ്ങനെയാണെങ്കിൽ log Kp is equal to എത്ര എഴുതാം, 2.303 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയി. എനിക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp is equal to log Kp 1 ആണെങ്കിൽ Kp is equal to anti log of 1, that answer is 10 ആണോ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കുട്ടി നേരെ ഓപ്ഷൻ മാർക്ക് ചെയ്യും, 10 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. പക്ഷെ നോക്കടാ, 3 10 ഉണ്ട്, യൂണിറ്റും ഉണ്ട്. ഇവിടെ
10 എന്ന് പറയുന്ന ഉത്തരം മാർക്ക് ചെയ്തിട്ടാണ് കുട്ടി വീട്ടിലേക്ക് വരുന്നത് വിചാരിക്കുക. വൈകുന്നേരം ആൻസർ കീ വരും, ഇത് 10 അല്ല ഉത്തരം എന്ന് പറയും. അപ്പൊ ചോദിക്കും, കുട്ടി പറയും ഞാൻ ഇതിൽ എഴുതിയാൽ എന്താ തെറ്റ്? ഡെൽറ്റ G0 - RT ln K. ആ നെഗറ്റീവ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നെഗറ്റീവ് വാല്യൂ കട്ടായി പോയി, ln KP ഞാൻ ലോഗ് ആക്കി, ലോഗ് KP 1 ആണെങ്കിൽ KP 10 ആണ്. ജസ്റ്റ് യൂണിറ്റ് കൂടെ നോക്കി നോക്കൂ. ഈ റിയാക്ഷനിൽ എന്താ യൂണിറ്റ്? ATM whole raised to delta n എന്നല്ലേ യൂണിറ്റ് വരിക. So that is ATM whole raised to delta n is the number of moles of the product minus number of moles of reactant in gaseous state. ആണല്ലോ. ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. So 2 - 3 എത്രയാടാ? -1 ആണ്. So 10 എന്ന് മാത്രമല്ല, 10 എന്നിട്ട് യൂണിറ്റ് ഉണ്ട് ATM ഇൻവേഴ്സ്. So my correct option is A, not C. ക്വസ്റ്റ്യനിൽ ഒളിഞ്ഞിരിക്കും ഇങ്ങനത്തെ ചതികളെ നിങ്ങൾ ഓർത്തിരിക്കണം എന്നുള്ളത് പറയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K that may be written as, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഫ്രീ എനർജിയും തമ്മിലുള്ള റിലേഷൻ നോക്കൂ കുട്ടികളെ. സോറി, നമ്മുടെ റിലേഷൻ ഡെൽറ്റ G0 is equal to -RT ln K. നമുക്ക് ലോഗ് K എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ln K is equal to ഡെൽറ്റ G0 by RT. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടി വരും. അങ്ങനെയാണെങ്കിൽ ഇത് K ആണെങ്കിൽ തിരിച്ച് e raised to എനിക്ക് എന്ത് എഴുതാം? -ഡെൽറ്റ G0 by RT എന്ന് എഴുതാം. അങ്ങനെ ഒരു ഉത്തരമുണ്ട്. ദാറ്റ് ഓപ്ഷൻ ഈസ് B, റൈറ്റ്? ഓക്കെ, we will move to the next question. The equilibrium constant for the reaction. ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് N2 plus O2 gives 2NO. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് Kc ആണ് 4 × 10⁻⁻4 എന്നുള്ളത്. In the presence of catalyst, the equilibrium attained 10 times faster. കാറ്റലിസ്റ്റ് പ്രസൻസിൽ ഇക്വിലിബ്രിയം പെട്ടെന്ന് അച്ചീവ് ചെയ്തു. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? മൂന്നാമത്തെ തവണയാണ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണേ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് affected by the factor temperature only. ഇക്വിലിബ്രിയം പെട്ടെന്ന് എത്തിക്കാൻ കാറ്റലിസ്റ്റ് പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ചേഞ്ച് ചെയ്യില്ല. സോ മൈ ഓപ്ഷൻ ഈസ് സി ഇറ്റ്സെൽഫ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ മറക്കരുത്. അടുത്തതിലേക്ക് പോവാം. നോക്കൂ, ഒരു റിയാക്ഷൻ C plus CO2 gives 2CO. Argon gas, argon mass, that means that is an inert gas which does not take part in the chemical reaction and it is added in constant volume. So മക്കളെ, ഒരു റിയാക്ഷനിലേക്ക്, ഒരു ഇക്വിലിബ്രിയം റിയാക്ഷനിലേക്ക് അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് ആണ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സോ ലീ-ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം അവിടെ എന്താണെങ്കിലും നോ ഇഫക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉത്തരം വരിക എ ആണ്. മക്കളെ, കോൺസെൻട്രേഷൻ മാറുമ്പോൾ, ടെമ്പറേച്ചർ മാറുമ്പോൾ, പ്രഷർ മാറുമ്പോൾ ഇനേർട്ട് ഗ്യാസിന്റെ അഡീഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, കോൺസ്റ്റന്റ് വോളിയം ഒക്കെ നമുക്ക് അവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അറ്റ് കോൺസ്റ്റന്റ് വോളിയം നോ ഇഫക്റ്റ് ആണ്. സോ മൈ ഓപ്ഷൻ ഈസ് ഫസ്റ്റ് വൺ, റൈറ്റ്? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇൻക്രീസ് ഇൻ പ്രഷർ ഫേവർ ദ ഫോർവേഡ് റിയാക്ഷൻ? പ്രഷർ കൂട്ടിയാൽ എന്ത് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. മക്കളെ, എന്താണ് പ്രഷറിന്റെ ഇഫക്റ്റ്? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു ലെസർ നമ്പർ ഓഫ് മോൾസ്. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? പ്രഷർ കൂട്ടുമ്പോൾ ഇക്വിലിബ്രിയം വിൽ ബി ഷിഫ്റ്റഡ് ടു ലെസർ നമ്പർ ഓഫ് മോൾസ്. മക്കളെ, PCl5 ഇവിടെ 1, ഇവിടെ 2. അപ്പോ ലെസർ നമ്പർ ഓഫ് മോൾസിലേക്കാണ് പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് റിയാക്ടഡ് പ്രൊഡക്റ്റ് ആവണം. സോ പ്രഷർ കൂട്ടുമ്പോൾ ലെസർ നമ്പർ ഓഫ് മോൾസിലേക്കല്ല ഇവിടെ പോവുക. സോ അതല്ല. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 3 ആൾക്കാരാണ്, റൈറ്റ് സൈഡിൽ 2 ആണ്. 3 2 ആണ്. ലെസർ നമ്പർ ഓഫ് മോൾസ്. എൻ്റെ ഉത്തരം ബി ആണ്, റൈറ്റ്? അടുത്തതിലേക്ക് പോവാം. നോക്കൂ, ഒരു റിയാക്ഷൻ A2 എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് 2B എന്ന് പറയുന്ന റിയാക്ടന്റ് ആയി C ആയി മാറി പ്ലസ് Q കിലോ ജൂൾ. ദാറ്റ് മീൻസ് ഇവിടെ അത്രയും ഹീറ്റും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എമിറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് Q ഹീറ്റ് നമുക്ക് കിട്ടി. ദാറ്റ് മീൻസ് ദിസ് ഈസ് ആൻ എന്ത് തെർമിക് റിയാക്ഷൻ? എക്സോതെർമിക് റിയാക്ഷൻ. എയും ബിയും കൂടി ചേർന്ന് സിയും ഉണ്ടായി, കൂടെ ഹീറ്റും കിട്ടിയെന്ന് വെച്ചാൽ ഹീറ്റ് റിലീസ് ചെയ്തു. സോ ദാറ്റ് റിയാക്ഷൻ ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ആൻഡ് എ എന്ന് പറയുന്ന ആള് ഗ്യാസ് ആണ്, ബി എന്ന് പറയുന്ന ആള് ഗ്യാസ് ആണ്, സി എന്ന് പറയുന്ന ആളും ഗ്യാസ് ആണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സിൻസ് ദിസ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ,
ഈ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് ഫോർവേഡ് ആയിട്ട് നടക്കണമെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യണം. സോ ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. ഇനി പ്രഷർ നമുക്ക് നോക്കാം. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം വിൽ ബി ഷിഫ്റ്റഡ് ടു ലെസർ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്. സോ ഇറ്റ് ഫേവേഴ്സ് അറ്റ് ഹൈ പ്രഷർ. സോ മൈ കറക്റ്റ് ആൻസർ ഈസ് സി. റൈറ്റ്. അടുത്ത ചോദ്യം. According to Le-Chatelet's principle, the equilibrium constant of a reversible reaction will not shifted by equilibrium constant നെ എഫക്ട് ചെയ്യാത്ത ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിവേഴ്സിബിൾ റിയാക്ഷൻ ഏതാണ് എഫക്ട് ഷിഫ്റ്റ് ചെയ്യാത്തത്? നോക്കുക ഉത്തരേ, ഡയറക്റ്റ് ആയിട്ട് ഉത്തരവുണ്ട്, ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. നമുക്ക് ഇനി വേറെ ഒന്നിലേക്കും തപ്പി പോകണ്ട, ഡയറക്റ്റ് ആയിട്ട് സാറ് മാർക്ക് ചെയ്തെന്ന് മാത്രം. യെസ്. അടുത്ത നോക്കൂ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. 2SO2 plus O2 gives 2SO3 plus heat. So this is an exothermic reaction. Equilibrium reaction proceeds forward direction. മക്കളെ, ഈ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കൂട്ടണം, എക്സോതെർമിക് ആയതുകൊണ്ട് ടെമ്പറേച്ചർ കുറയ്ക്കണം. ഇവിടെ ദിസ് ഇസ് ഗ്യാസ്, ദിസ് ഇസ് ഗ്യാസ്, ദിസ് ഇസ് ഓൾസോ ഗ്യാസ്. ഇവിടെ 3 എണ്ണമാണ്, 2 എണ്ണമാണ്. സോ പ്രഷർ കൂട്ടണം. സോ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാം, ടെമ്പറേച്ചർ കുറയ്ക്കാം, പ്രഷർ കൂട്ടാം. ഓക്സിജൻ ഈസ് റിമൂവ്ഡ് അല്ല, SO3 is added അല്ല, heat is added അല്ല, oxygen is added, reactant is added. Right? So correct option is D. അടുത്ത ചോദ്യം നോക്കൂ. Identify the incorrect statement regarding the equilibrium. Equilibrium can be achieved from both sides. Yes, correct. KCയും QCയും ആകുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അത് കറക്റ്റ് ആണ്. Equilibrium achieved when reactant and product concentration become equal. അതെ, കറക്റ്റ് ആണ്. Presence of catalyst influences the position of equilibrium. അല്ല, catalyst will not alter the position of equilibrium. It will reach to help to reach the equilibrium faster എന്നാണ്. സോ അവിടെ തെറ്റായിട്ടുള്ള ഉത്തരം ഡി ആണ്. റൈറ്റ്. ദെൻ അടുത്തത്, what happens to the yield on application of high pressure in Haber synthesis of ammonia എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഹേബർ സിന്തസിസ് എന്താണ്? N2 plus 3H2 gives എന്താണ്? 2NH3 ആണ്. ആണല്ലോ. നൈട്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, അമോണിയ ഓൾസോ ഗ്യാസ് ആണ്. ആണല്ലോ. ലെഫ്റ്റിൽ നമ്പർ ഓഫ് മോൾസ് 4 ആണ്, റൈറ്റ്സിൽ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. സോ അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ആണ്. സോ മൈ ആൻസർ ഈസ് എ. റൈറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ഫോർമേഷൻ ഓഫ് SO3 ഫ്രം SO2 ആൻഡ് O2 is favored by. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. SO2 ഉം O2 ഉം കൂടെ 2SO2 plus O2 gives 2SO3. This is the reaction. SO2 is gas, O2 is gas, SO3 is also gas. Okay. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്പർ ഓഫ് മോൾസ് 3 ആണ്, ഇവിടെ റൈറ്റ് സൈഡിൽ 2 ആണ്. സോ ഇവിടെ എന്ത് ഇൻക്രീസ് ചെയ്യണം? പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോർവേഡ് റിയാക്ഷൻ ആണ്. സോ ഇൻക്രീസ് ഇൻ പ്രഷർ പറയാം. ആൻഡ് ഈ ഒരു റിയാക്ഷനിൽ ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവ് ആണ്. കോൺടാക്ട് പ്രോസസ്സിലെ സ്റ്റെപ്പാണ്. ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോ ഫോർവേഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും ചെയ്യാം. സോ ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ് നമ്മൾ അറിയണം. കോൺടാക്ട് പ്രോസസ്സിൽ SO2 O2 കൂടി ചേർന്ന് SO3 ഉണ്ടാവുന്ന ആ പ്രോസസ്സിൽ ദാറ്റ്സ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. അത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഓർക്കണം. ഇനി റിയാക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി, ഇക്വിലിബ്രിയം വിൽ ബി ഷിഫ്റ്റഡ് ടു ലെസർ നമ്പർ ഓഫ് മോൾസ് ആണ്. സോ പ്രഷർ കൂട്ടുക. എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ടെമ്പറേച്ചർ കുറയ്ക്കുക. സോ ബോത്ത് ആർ ദ ഓപ്ഷൻ. റൈറ്റ്. ഓക്കെ. സോ ഇത്രയും ചോദ്യങ്ങളാണ് മക്കളെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഇതിലെ പാർട്ട് 1-ൽ ലീ-ഷാറ്റ്ലെസ് പ്രിൻസിപ്പിൾ വരെയുള്ളതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ വൃത്തിയായി ചെയ്തു നോക്കുക. അടുത്ത പാർട്ടിൽ അയനിക് ഇക്വിലിബ്രിയമായി നമുക്ക് കാണാം. ഓക്കെ. താങ്ക് യു ഓൾ.